ഹലോ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കെമിസ്ട്രിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രോ കെമിസ്ട്രിയിൽ വരുന്ന കുറച്ച് ബേസിക് കോൺസെപ്റ്റ്സ് ആകുന്നു. അവയിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളതാകുന്നു റിയാക്റ്റീവ് സീരീസ്. റിയാക്റ്റീവ് സീരീസ് എന്ന് പറഞ്ഞാൽ മെറ്റൽസിനെ അവയുടെ കെമിക്കൽ റിയാക്ടിവിറ്റി അനുസരിച്ച് ഓർഡർ ചെയ്യുന്നതാകുന്നു റിയാക്റ്റീവ് സീരീസ്. കെമിക്കൽ റിയാക്ടിവിറ്റി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടറോ അല്ലെങ്കിൽ ആസിഡോ ഓക്സിജനോ ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വാട്ടറിൻ്റെയോ ആസിഡിൻ്റെയോ ഓക്സിജൻ്റെയോ പ്രസൻസിൽ മെറ്റൽസിനെ അവയുടെ കെമിക്കൽ റിയാക്ടിവിറ്റിക്ക് അനുസരിച്ച് ഓർഡർ ചെയ്യുന്നതാകുന്നു റിയാക്റ്റീവ് സീരീസ്. റിയാക്റ്റീവ് സീരീസിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്ന മെറ്റലാകുന്നു പൊട്ടാസ്യം. പൊട്ടാസ്യത്തിന് ശേഷം സോഡിയം, ദെൻ കാൽസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിൻ, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, സിൽവർ ആൻഡ് ഗോൾഡ്. റിയാക്ടിവിറ്റി ഏറ്റവും കുറഞ്ഞ മെറ്റലാകുന്നു ഗോൾഡ്. റിയാക്ടിവിറ്റി ഏറ്റവും കൂടിയ മെറ്റലാകുന്നു പൊട്ടാസ്യം. നമുക്ക് ആദ്യം ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു മെറ്റൽ സൊല്യൂഷനിലേക്ക് നമ്മളൊരു മെറ്റലിനെ ഇടുന്നു. മെറ്റലിനെ ഇടുമ്പോൾ ആ സൊല്യൂഷനിലേക്ക് മെറ്റൽ കയറി ഡിസ്പ്ലേസ്ഡ് ആകുന്ന ഒരു റിയാക്ഷൻ ആകുന്നു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഉദാഹരണം പറഞ്ഞാൽ കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ എടുക്കുന്നു. കോപ്പർ സൾഫേറ്റിലേക്ക് നമ്മൾ സിങ്ക് എന്ന മെറ്റൽ ഇടുന്നു. അങ്ങനെ ഇടുമ്പോൾ സിങ്ക് സൾഫേറ്റും കോപ്പറുമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കണമെങ്കിൽ വേണ്ട കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ സൊല്യൂഷനിൽ വരുന്ന മെറ്റലിന്റെ റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇടുന്ന മെറ്റലിന്റെ റിയാക്ടിവിറ്റിയേക്കാൾ കുറവായിരിക്കണം. അതായത് നമ്മൾ ഇടുന്ന മെറ്റലിന്റെ റിയാക്ടിവിറ്റി കൂടുതലായിരിക്കണം. ഏതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളിടുന്ന സൊല്യൂഷനിലെ മെറ്റലിന്റെ റിയാക്ടിവിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആകുന്നു സിങ്കും കോപ്പർ സൾഫേറ്റും കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാകുന്നു സിങ്ക് സൾഫേറ്റും കോപ്പറും. ഇവിടെ സിങ്ക് സൾഫേറ്റ് കിട്ടാനുള്ള കാരണം കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി സിങ്കിന് കൂടുതലായതുകൊണ്ടാണ്. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ ആകുന്നു മഗ്നീഷ്യം സിൽവർ നൈട്രേറ്റിലേക്ക് നമ്മൾ ഡിപ്പ് ചെയ്യുന്നു. മഗ്നീഷ്യം സിൽവർ നൈട്രേറ്റിലേക്ക് ഇടുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് മഗ്നീഷ്യം നൈട്രേറ്റും സിൽവറും. ഇങ്ങനെ ഒരു റിയാക്ഷൻ, ഇത്തരത്തിലുള്ള ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ വേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ സൊല്യൂഷനിലേക്ക് ഇടുന്ന മെറ്റലിന്റെ റിയാക്ടിവിറ്റി സൊല്യൂഷനിലുള്ള മെറ്റലിന്റെ റിയാക്ടിവിറ്റിയേക്കാൾ കൂടുതലായിരിക്കണം. ഓക്കെ, എന്നാൽ കോപ്പറും മഗ്നീഷ്യം സൾഫേറ്റും കൂടി മിക്സ് ആകുമ്പോൾ അവിടെ റിയാക്ഷൻ നടക്കില്ല. കാരണം കോപ്പറിന്റെ റിയാക്ടിവിറ്റി മഗ്നീഷ്യത്തേക്കാൾ കുറവായതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇടുന്ന മെറ്റലിന്റെ റിയാക്ടിവിറ്റി സൊല്യൂഷനിലെ മെറ്റലിനേക്കാൾ കൂടുതലാണെങ്കിൽ മാത്രമാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുള്ളൂ. ഓക്കെ, നമുക്കിനി ഓക്സിഡേഷൻ, റിഡക്ഷൻ ഇവ എന്താണെന്ന് നോക്കാം. ഓക്സിഡേഷൻ, റിഡക്ഷൻ, അതുപോലെ ഓക്സിഡൈസിങ് ഏജന്റ്, റെഡ്യൂസിങ് ഏജന്റ്, ഇങ്ങനെയുള്ള 4 ടേംസ് ഉണ്ട്. നമുക്കത് എന്താണെന്ന് പഠിക്കാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് സിങ്ക് എന്ന് പറയുന്ന മെറ്റൽ കോപ്പർ സൾഫേറ്റിലേക്ക് നമ്മൾ ഇടുമ്പോൾ അവിടെ സിങ്ക് സൾഫേറ്റും കോപ്പറുമാണ് ഉണ്ടാകുന്നത്. ഇതൊരു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇനി നമുക്ക് ഇവിടുത്തെ റിയാക്ഷൻസ് എടുക്കുകയാണെങ്കിൽ സിങ്ക് അതുപോലെ കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്നത് കോപ്പർ 2+ SO4 2- മാറുന്നു. ഗീവ്സ് അതുപോലെ ZnSO4 എന്ന് പറഞ്ഞാൽ സിങ്ക് സൾഫേറ്റ് Zn2+ഉം SO4 2- മാറുന്നു. പ്ലസ് കോപ്പറും ഉണ്ടാകുന്നു. ഓക്കെ, ഇവിടെ SO4 ക്യാൻസൽ ആയിട്ട് പിന്നെ നമുക്ക് കിട്ടുന്നതാണ് Zn + കോപ്പർ 2+ ഗീവ്സ് Zn2+ കോപ്പർ. ഇവിടെ എന്താ സംഭവിച്ചത്? സിങ്ക് എന്ന് പറയുന്നത് അപ്പർ സൈഡിലേക്ക് വന്നപ്പോൾ സിങ്ക് 2+ അയോൺ ആയിട്ട് മാറി എന്ന് പറഞ്ഞാൽ സിങ്കിൽ നിന്നും 2 അയോൺസ് പുറത്തേക്ക് വന്നു അല്ലേ. അപ്പോൾ ഇവിടെ നടന്നത് ഓക്സിഡേഷൻ ആണ്. ഓക്സിഡേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നതാകുന്നു ഓക്സിഡേഷൻ. ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നതിനെയാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കൂ, കോപ്പറിന്റെ കേസ് എടുക്കുമ്പോൾ കോപ്പർ 2+ എന്ന് പറയുന്നത് കോപ്പറായിട്ടാണ് മാറുന്നത്. അപ്പോൾ കോപ്പർ 2+ + 2 ഇലക്ട്രോൺ ഗീവ്സ് കോപ്പറാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇവിടെ നടന്നത് റിഡക്ഷൻ ആകുന്നു. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിനെ സ്വീകരിക്കുന്ന പ്രവർത്തനത്തിന് പറയുന്ന പേരാകുന്നു റിഡക്ഷൻ. ഇലക്ട്രോൺസിനെ സ്വീകരിക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാകുന്നു റിഡക്ഷൻ. ഇനി ഓക്സിഡേഷനെ ഹെൽപ്പ് ചെയ്ത ആൾ, ഓക്സിഡേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് നടക്കാൻ വേണ്ടി സഹായിച്ച ആൾക്ക് പറയുന്ന പേരാകുന്നു ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്സിഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കാൻ വേണ്ടി സഹായിച്ച ആൾക്ക് പറയുന്ന പേരാകുന്നു ഓക്സിഡൈസിങ് ഏജന്റ്. ഇവിടെ ഓക്സിഡേഷൻ നടന്നത് സിങ്കിലാണ്. സിങ്ക് എന്ന് പറയുന്നത് സിങ്ക് 2+ ആയിട്ട് മാറി. അപ്പോൾ അങ്ങനെ ഒരു പ്രോസസ്സ് നടക്കാനായിട്ട് സഹായിച്ച ആളെന്ന് പറഞ്ഞാൽ കോപ്പറാണ്. അപ്പോൾ കോപ്പറാണ് ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ്. ഇനി റിഡക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കാൻ വേണ്ടി സഹായിച്ച ആൾക്ക് എന്ന് പറയുന്ന പേരാകുന്നു റെഡ്യൂസിങ് ഏജന്റ്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിനെ സ്വീകരിക്കുന്ന പ്രോസസ്സ് ആകുന്നു. അപ്പോൾ കോപ്പർ 2+ 2 ഇലക്ട്രോൺസിനെ സ്വീകരിച്ച് കോപ്പറായിട്ട് മാറി. അപ്പോൾ ഇത്തരത്തിൽ റിഡക്ഷൻ നടക്കാനായിട്ട് സഹായിച്ച ആളെന്ന് പറഞ്ഞാൽ സിങ്കാണ്. അപ്പോൾ സിങ്കാണ് ഇവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എപ്പോഴും മെറ്റൽസ് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. മെറ്റൽസിന്റെ അയോണാണ് ഇലക്ട്രോൺസിനെ സ്വീകരിക്കുന്നത്. ഓക്കെ, മെറ്റൽസ് എപ്പോഴും ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. മെറ്റൽസിന്റെ അയോണാണ് ഇലക്ട്രോൺസിനെ സ്വീകരിക്കുന്നത്. ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്ന ഒരു പ്രവർത്തനത്തിന് പറയുന്ന പേരാകുന്നു ഓക്സിഡേഷൻ. ഓക്സിഡേഷന് കാരണക്കാരാണ് ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത്. ഇലക്ട്രോൺസിനെ സ്വീകരിക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാകുന്നു റിഡക്ഷൻ. റിഡക്ഷൻ കാരണമാകുന്ന ആൾക്കാണ് റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓക്സിഡേഷൻ നടത്തുന്ന മെറ്റൽ ഏതാണോ അത് തന്നെയാണ് റെഡ്യൂസിങ് ഏജന്റ്. റിഡക്ഷൻ നടക്കുന്ന മെറ്റൽ അയോൺ ഏതാണോ അത് തന്നെയാണ് ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത്.